ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. RRB NTPC ഗ്രാജുവേറ്റ് ലെവലിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് വന്നിരിക്കുകയാണ്. കുറച്ച് ദിവസം മുന്നെയാണ് ഞാനൊരു 50 ഡേയ്സിൻ്റെ പ്ലാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർച്ച് 13 ശേഷം എന്ന് വേണമെങ്കിലും എക്സാം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളത്. ആ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു എന്ന് വേണം പറയാനായിട്ട്. മാർച്ച് 16 ഇപ്പോൾ NTPC ഗ്രാജുവേറ്റ് ലെവലിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത്. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 50 ഡേയ്സിൻ്റെ പ്ലാനാണ് നമ്മളിപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. ഏപ്രിൽ 1-2 തീയതി വരെ നിങ്ങൾക്ക് പഠിക്കാനുള്ള വ്യക്തമായിട്ടുള്ള ഷെഡ്യൂളും ടെസ്റ്റുകളും ഉൾപ്പെടെയുള്ള ഒരു ഷെഡ്യൂളാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബട്ട് ഈ പറഞ്ഞ പോലെ തന്നെ എക്സാമിൻ്റെ ഡേറ്റ് അതിന് മുന്നേ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ സ്റ്റഡി പ്ലാൻ ഒന്ന് റിവൈസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ NTPC ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി ഞാൻ ആ സ്റ്റഡി പ്ലാൻ 30 ഡേയ്സിലേക്ക് ഒന്ന് റിവൈസ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് ഹെക്റ്റിക്കാണ്, കുറച്ച് ടൈറ്റ് ആണ്, കാരണം എക്സാം അടുത്തിരിക്കുകയാണ്. നമുക്ക് വേറെ വഴിയില്ല, നമുക്ക് ആ രീതിയിൽ പഠിച്ചാൽ തന്നെ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം മാത്രം ഫോക്കസ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒന്നും നോക്കണ്ട. ആ 50 ഡേയ്സിൻ്റെ ആ ക്രാഷ് കോഴ്സിൻ്റെ ആ പ്ലാൻ അത് അങ്ങനെ തന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മതി. ഗ്രാജുവേറ്റ് കൂടെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഗ്രാജുവേറ്റിനാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 30 ഡേയ്സ് പ്ലാനിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിൽ വിചാരിക്കുക. നമ്മുടെ പ്ലാനിൻ്റെ സ്ട്രക്ചർ ഞാനൊന്ന് പറയാം. നമുക്ക് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ NTPC ഗ്രാജുവേറ്റ് ലെവൽ CBT 1 ഫോക്കസ് ചെയ്യുന്ന കുട്ടികളാണ് ഈ പ്ലാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടത്. എക്സാമിൻ്റെ ഡേറ്റ് ഇന്ന് ഫെബ്രുവരി 14, മാർച്ച് 16 എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 30 ദിവസമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അതുകൊണ്ടാണ് ഒരു 30 ഡേയ്സ് പ്ലാൻ എന്നുള്ള രീതിയിൽ നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. 30 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഏകദേശം 4 ആഴ്ച, അതായത് ഏകദേശം ഒരു 28 ദിവസമാണ് നിങ്ങൾക്ക് സ്ട്രിക്ട്ലി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ടായിരിക്കുക. കാരണം എന്താണ്, 29-30 ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ട്രാവലിംഗ് ആയിരിക്കും അല്ലെ, എക്സാം അറ്റൻഡ് ചെയ്യുന്ന. മാർച്ച് 16 പരീക്ഷയുള്ള കുട്ടികൾ എന്ത് ചെയ്യേണ്ടി വരും, ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ പുറകെ പോകേണ്ടി വരും. അപ്പോൾ അത് നോക്കി വെക്കുക. അപ്പോൾ 4 ആഴ്ച എന്ന് പറയുമ്പോൾ ഒരാഴ്ചയിൽ 7 ദിവസമാണ് ഉണ്ടായിരിക്കുക. അതിൽ 6 സ്റ്റഡി ഡേയ്സും 1 റിവിഷൻ ഡേയും ആണ് ഉണ്ടാവുക. 6 ദിവസം പഠനത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുക, 1 ദിവസം എന്തിനു വേണ്ടി ഉപയോഗിക്കുക, റിവിഷന് വേണ്ടി ഉപയോഗിക്കുക. ഇതേ സ്ട്രക്ചർ തന്നെയാണ് നമ്മുടെ 50 ഡേയ്സ് സ്റ്റഡി പ്ലാനകത്ത് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെയും യൂസ് ചെയ്യുക. ഓൺലി തിങ്, നമ്മൾ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ടോപ്പിക്കുകൾ മാക്സിമം എന്ത് ചെയ്യേണ്ടി വരും, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളിലേക്ക് ചുരുങ്ങേണ്ടി വരും. മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് സ്മാർട്ടായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരും. അത് മാത്രമാണ് ഈ 30 ഡേയ്സ് പ്ലാനിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ലാസ്റ്റ് 2 ദിവസം നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് നിങ്ങൾ റിവിഷന് വേണ്ടിയും മാക്സിമം ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയും പരമാവധി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ചുരുങ്ങിയത് ഒരു ദിവസം, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചുരുങ്ങിയത് ഒരു ദിവസം 10 മണിക്കൂറെങ്കിലും നിങ്ങൾ എക്സാമിന് വേണ്ടി മാറ്റി വെക്കണം. 10 മണിക്കൂറെങ്കിലും മാറ്റി വെച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 30 ദിവസം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്ര സമയം കാണും, ഒരു 300 മണിക്കൂർ കാണും. ഈ 300 മണിക്കൂറിനെ നിങ്ങൾ എത്രത്തോളം എഫിഷ്യൻ്റ് ആക്കുന്നു എന്നുള്ളിടത്താണ് നിങ്ങളുടെ സക്സസ് ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? 30 ദിവസം എന്നുള്ളതിനെ പകരം നിങ്ങൾ ഇതിനെ കാണേണ്ടത് 300 മണിക്കൂർ, 300 hours എന്നാണ്. ആ 300 hours-നെ എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യുക, ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. 4 ആഴ്ചകൾ, 4 ആഴ്ചയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള എല്ലാ സബ്ജക്റ്റുകളിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ കവർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഞാനിപ്പോൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ വീക്ക് 1 നമുക്ക് നോക്കാം. വീക്ക് 1ൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വീക്ക് 1 നിങ്ങൾ മാത്സിൽ കവർ ചെയ്യേണ്ട ടോപ്പിക്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, റീസണിങ്ങിന് കവർ ചെയ്യുന്ന ടോപ്പിക്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നമ്മൾ ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ 50 ഡേയ്സ് ക്രാഷിനകത്തും ടോപ്പിക്സ് കൊടുത്തിട്ടുള്ളത്. 50 ഡേയ്സ് ക്രാഷിനകത്ത് കൊടുത്തിട്ടുള്ള ടോപ്പിക്സിനെ നിങ്ങൾക്ക് 30 ഡേയ്സിലേക്ക് ആ ടോപ്പിക്സ് പിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്യാം. അല്ലെങ്കിൽ ഈ ടോപ്പിക്സിന്റെ പേരുകളൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൽ മാത്സ് റീസണിങ് ഞാൻ കൊടുത്തിരിക്കുന്നത് നമ്പർ ലോജിക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. കാരണം ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും, ബേസിക്സ് ഓഫ് മാത്തമാറ്റിക്സ്, ബോട്ട് മാസ്, ഡിവിസിബിലിറ്റി, യൂണിറ്റ് ഡിജിറ്റ്, പ്രൈം നമ്പേഴ്സ്, സ്ക്വയേഴ്സ്, സിംപ്ലിഫിക്കേഷൻ, LCM ആൻഡ് HCF. ഇതാണ് ഞാൻ മാത്സിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാം തന്നെ ഈ നമ്പർ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സംഭവങ്ങളാണ്. സിമിലർ ലോജിക്കിൽ ഉള്ള റീസണിങ് ടോപ്പിക്സ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അനലോഗി, ക്ലാസിഫിക്കേഷൻ, ഐഡന്റിഫയർ ഫിഗേഴ്സ്, സീരീസ്, അരിതമെറ്റിക് ഓപ്പറേഷൻ, കോഡിംഗ്, ഡീകോഡിംഗ്, ഇതെല്ലാം തന്നെ നമ്പർ ഈ പറയുന്ന ലോജിക്കായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് മാത്സ് റീസണിങ് എന്ത് ചെയ്യാം, കൂടുതൽ സമയം പഠിക്കേണ്ട ടോപ്പിക്സ് ആണ്, കൂടുതൽ മാർക്ക്, രണ്ടും കൂടെ ചേർത്ത് 60 മാർക്ക് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടില്ലാതെ റിവൈസ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ വീക്ക് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ജനറൽ അവയർനെസ്സിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഹിസ്റ്ററി നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. ഹിസ്റ്ററിയിലെ ഏൻഷ്യന്റ് ഇന്ത്യയുടെ മാരത്തോൺ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാം.
അത് ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ടു തീർക്കാവുന്നതാണ്. അല്ലെങ്കിൽ റിവിഷൻ എക്സ്പ്രസ് സീരീസിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാം. അതിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ നമ്മുടെ തന്നെ ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഫസ്റ്റ് വീക്ക് കൊണ്ട് തന്നെ ഏൻഷ്യന്റ് ഇന്ത്യ എന്ന് പറയുന്ന ഭാഗം കൃത്യമായിട്ട് റിവൈസ് ചെയ്തെടുക്കാവുന്നതാണ്. പൊളിറ്റിക്ക് വേണ്ടി നമ്മൾ ഓൾറെഡി മാരത്തോൺ ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെയും റിവിഷൻ എക്സ്പ്രസ് സീരീസും മെറ്റീരിയൽസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇത് രണ്ടും നിങ്ങൾ ഫസ്റ്റ് വീക്കിൽ തന്നെ കവർ ചെയ്യുക. റിവിഷൻ മാരത്തോൺ എന്നും റിവിഷൻ എക്സ്പ്രസ് എന്നും ഞാൻ പറയുന്നതിന്റെ പിന്നിലെ കാരണം, മാരത്തോണിനകത്താണെങ്കിലും എക്സ്പ്രസ് സീരീസിനകത്താണെങ്കിലും PYQ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ രണ്ടും സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. രണ്ടിനകത്തും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠഭാഗങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ റിവിഷന് വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊന്നും മിസ്സാവാത്ത രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന റിവിഷൻ സീരീസും മാരത്തോൺ ക്ലാസ്സസും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഇനി കറണ്ട് അഫയേഴ്സ് ഓഗസ്റ്റ് മാസം സെപ്റ്റംബർ മാസത്തിലെയും കറണ്ട് അഫയേഴ്സ് ഫസ്റ്റ് വീക്കിൽ കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഗ്യാപ്പ് കിട്ടുമ്പോഴെല്ലാം മാക്സിമം ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ടെസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഫുൾ ടെസ്റ്റ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പ്രിഫർ ചെയ്യുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ടോപ്പിക് ടെസ്റ്റുകൾ, സബ്ജക്ട് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. മാത്സിനൊക്കെ പ്രത്യേകിച്ച് മാക്സിമം നിങ്ങൾ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക. അല്ലാതെ ഒരു ചോദ്യം കണ്ട് തന്നെ അത് സോൾവ് ചെയ്തെടുക്കുന്ന രീതി നല്ലതല്ല. കാരണം എന്താണ്, ആവശ്യത്തിൽ കൂടുതൽ സമയം എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ സോൾവ് ചെയ്യുന്നുണ്ടാവുക. പ്രത്യേകിച്ച് റീസണിങ് ഒക്കെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നിങ്ങൾ സോൾവ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ എടുക്കും. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന് 1 മിനിറ്റിൽ താഴെ മാത്രമേ സമയം എടുക്കാനായിട്ട് പാടുള്ളൂ, മാത്സിനും റീസണിങ്ങിനും പ്രത്യേകിച്ച്. അപ്പോൾ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി എടുക്കാനായിട്ട് പറ്റും. അപ്പം എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസവും മൾട്ടിപ്പിൾ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. അത് മൾട്ടിപ്പിൾ ടോപ്പിക് ടെസ്റ്റുകളോ, വ്യത്യസ്ത ടോപ്പിക്കുകളുടെ ടെസ്റ്റുകളോ, സബ്ജക്ട് ടെസ്റ്റുകളോ, അല്ലെങ്കിൽ ഇത് മിക്സ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഫുൾ ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഫുൾ ടെസ്റ്റുകൾ മാക്സിമം സിലബസ് കവർ ചെയ്തതിന് ശേഷം, റിവൈസ് ചെയ്തതിന് ശേഷം അറ്റൻഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ മോട്ടിവേറ്റഡ് ആവുന്നതിന് വേണ്ടിയിട്ടും. അല്ലെങ്കിൽ നിരാശ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഏൻഷ്യന്റും പൊളിറ്റിയും മാത്രമേ റിവൈസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ഇവിടെ പോയിട്ട് ഫുൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചെത്തിയിട്ടുണ്ടാവില്ല. മാത്സ് റീസണിങ്ങിന് ചിലപ്പോൾ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അല്ലെങ്കിൽ മറന്നുപോയ പല സംഭവങ്ങളുണ്ടോ. അപ്പോൾ ടെസ്റ്റിൽ ചിലപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ എന്ത് ചെയ്യും, ആ ഒരു എനർജി താഴത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് റിവൈസ് ചെയ്യുന്ന ടോപ്പിക്സിന്റെ തന്നെ ടെസ്റ്റുകൾ പരമാവധി ആ വീക്കിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് വീക്ക് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് വീക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഏൻഷ്യന്റ് ഇന്ത്യയുടെ മാരത്തോണും പൊളിറ്റിയുടെ മാരത്തോൺ ക്ലാസ്സസ് ആണ്. ഓൾറെഡി യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള സെഷൻസ് ആണ്. റിവിഷൻ എക്സ്പ്രസ് സീരീസിന്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് കാണാം. അതിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് കണ്ട് മാക്സിമം എന്ത് ചെയ്യുക, ഈ ക്ലാസ്സുകളൊക്കെ മാക്സിമം യൂസ് ചെയ്യുക, മെറ്റീരിയൽസ് ഒക്കെ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ക്രാഷ് കോഴ്സ് എടുത്തിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക്, സപ്പോസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കൺസെപ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, നമ്മുടെ തന്നെ കോഴ്സിൽ അവൈലബിൾ ആണ്. 4 പാർട്ടുകളായിട്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, 3-4 പാർട്ടുകളായിട്ടാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സെഷൻ കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് അവിടെ നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലാരിറ്റി വരുത്തി മുന്നോട്ട് പോകാം. അതാണ് ക്രാഷ് കോഴ്സ് എടുക്കുന്നതുകൊണ്ടുള്ള ഗുണം. ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ കൺസെപ്റ്റിന് ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വന്ന് ക്ലാരിറ്റി ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ടുള്ള വീഡിയോസ് അവിടെ അവൈലബിൾ ആയിരിക്കും. ഇനി റിവിഷൻ മാത്രം മതി എന്നുള്ള കുട്ടികൾക്ക് ഈ വീഡിയോസ് തന്നെ മോർ ദാൻ ഇനഫാണ്. നിങ്ങൾക്ക് ഇത് കണ്ട് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാവുന്നതാണ്. നെക്സ്റ്റ് വീക്ക് 2 വരുന്നു. വീക്ക് 2 നമ്മൾ പെർസെൻറ്റേജ്, ആവറേജ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ്, പ്രോബ്ലംസ് ഓൺ ഏജ്, ഈ 4 ടോപ്പിക്സ് ആണ് മാത്സിൽ കൊടുത്തിരിക്കുന്നത്. ഡയറക്ഷൻ ടെസ്റ്റ്, ബ്ലഡ് റിലേഷൻ, വെൻ ഡയഗ്രാം, സിലോജിസം, ഇതാണ് റീസണിങ്ങിന് കൊടുത്തിരിക്കുന്നത്. അതിന്റെ പിന്നിലെ കാരണം റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ലോജിക്കാണ്. ഇപ്പോൾ പെർസെൻറ്റേജ് ആണെങ്കിൽ X% ഓഫ് Y അല്ലെങ്കിൽ Y% ഓഫ് X. ആവറേജ് എന്ന് പറയുമ്പോഴും അവിടെ ഒരു ആക്ച്വലി ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിൻ വയർ ചെയ്യുന്നത് അങ്ങനെയാണ്, ബ്രെയിൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പ്രോബ്ലംസ് ഓൺ ഏജ്. ഇനി അതേ ലോജിക്കൽ തന്നെയാണ് റീസണിങ്ങിലെയും ടോപ്പിക്സ്. ഡയറക്ഷൻ ടെസ്റ്റ് അല്ലെ, നമ്മളൊരു ദിശാബോധം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അങ്ങനെയാണ്. ബ്ലഡ് റിലേഷൻ, വെൻ ഡയഗ്രാം, സിലോജിസം. ഇവിടെയൊക്കെ ബേസിക്കലി നമ്മൾ റിലേഷൻ, 2 വേരിയബിൾസ്, 2, 3, 4 വേരിയബിൾസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ടോപ്പിക്സിനെല്ലാം ഞാൻ വീക്ക് 2 എന്ത് ചെയ്യുന്നു, റിവിഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ആകെ നമ്മുടെ മുന്നിൽ 30 ദിവസമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് റാൻഡം ആയിട്ട് ടോപ്പിക്സ് എടുത്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ബുദ്ധിമുട്ട് വരാം റിവൈസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ ആ സമയത്തും റിവൈസ് ചെയ്യുന്ന സമയത്തും പഠനം കുറച്ചുകൂടെ എളുപ്പമാക്കുന്നതിന് വേണ്ടിയും കുറച്ചുകൂടെ രസകരമാക്കുന്നതിന് വേണ്ടിയാണ് സിമിലർ ആയിട്ടുള്ള ടോപ്പിക്സിനെ എടുത്ത് വെച്ചിട്ട് റിവൈസ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ പ്ലാനിൽ ഇട്ടിരിക്കുന്നത്. ഇനി ഹിസ്റ്ററിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡീവൽ ഇന്ത്യ ഇവിടെ തീർക്കാവുന്നതാണ്. അതിൻ്റെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ജോഗ്രഫിയുടെ മാരത്തോണും അതിൻ്റെ റിവിഷൻ എക്സ്പ്രസ് സീരീസും മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കറണ്ട് അഫയേഴ്സിന് ഒക്ടോബർ നവംബർ മാസത്തെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് പഠിക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാക്സിമം ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മെഡീവൽ ഇന്ത്യയുടെയും ജോഗ്രഫിയുടെയും എല്ലാം മാരത്തോൺ സെഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അത് കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ട് പോവാണ്, ഈ പറയുന്ന പോലെ വീക്ക് 3 പോവാണ്. വീക്ക് 3 പ്രോഫിറ്റ് ആൻഡ് ലോസ്,
സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, വർക്ക് ടൈമും പൈപ്പും മിക്സ്ചർ ആൻഡ് അലിഗേഷൻ നിങ്ങൾക്ക് അറിയാം, ഏകദേശം സിമിലർ പ്രിൻസിപ്പിൾ ആണ്. പാർട്ട്ണർഷിപ്പ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ട്രെയിൻസ്, ബോട്ട് ആൻഡ് സ്ട്രീം, എലമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ്, ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ വീക്ക് 3 കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഇന്റർപ്രിട്ടേഷൻ ആണ്. നിങ്ങളുടെ മുന്നിൽ തന്നിരിക്കുന്ന ഡാറ്റ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. സെയിം സാധനം തന്നെയാണ് റീസണിങ്ങിൽ നടക്കുന്നത്. സീറ്റിംഗ് അറേഞ്ച്മെന്റ്, പസില്, ഡാറ്റ സഫിഷ്യൻസി, ഇൻഇക്വാലിറ്റി. അപ്പോൾ ആ ടോപ്പിക്സ് കവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഈ മാത്സിന്റെയും റീസണിങ്ങിന്റെയും ഇത് ഓരോ ടോപ്പിക്സിന്റെ ഇടയിലും ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബന്ധമുണ്ട്. ഒരു സിമിലർ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. പഠിക്കാനും റിവൈസ് ചെയ്യാനും കുറച്ചുകൂടി എളുപ്പമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഹിസ്റ്ററി നമ്മൾ 3ാമത്തെ ആഴ്ച കൊണ്ട് തീർക്കുകയാണ്. മോഡേൺ ഇന്ത്യയുടെ മാരത്തോൺ കാണുക, റിവിഷൻ എക്സ്പ്രസ് സീരീസും അതുപോലെ തന്നെ അതിന്റെ മെറ്റീരിയൽസ് മാക്സിമം റിവിഷന് വേണ്ടി യൂസ് ചെയ്യുക. എക്കോണമിയുടെ മാരത്തോൺ ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, അത് കണ്ടു തീർക്കുക. കറണ്ട് അഫയേഴ്സ് ഡിസംബർ മാസത്തിൽ 2025 ജനുവരി 2026 2 മന്തിൽ വീതം ഒരു വീക്കിലെങ്കിലും നിങ്ങൾ കവർ ചെയ്താലാണ് ഒരു 6 മാസത്തെ കറണ്ട് അഫയർ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. മാക്സിമം ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതാണ് നമ്മുടെ മോഡേൺ ഇന്ത്യയുടെ മാരത്തോൺ ക്ലാസ്, ഇന്ത്യൻ എക്കോണമിയുടെ മാരത്തോൺ ക്ലാസ്. ഇത് രണ്ടും കണ്ട് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വീക്ക് 4 ജിയോമെട്രി, മെൻസുറേഷൻ, ട്രിഗണോമെട്രി, ഓൾജിബ്ര. വിഷ്വൽ അപ്ലിക്കേഷൻ വരുന്ന സംഭവങ്ങളാണ് കൂടുതലും. ഓൾജിബ്രയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷ്വൽ അപ്ലിക്കേഷൻ കിട്ടും. അതുപോലെ തന്നെ ജിയോമെട്രി, മെൻസുറേഷൻ, ട്രിഗണോമെട്രി ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് വിഷ്വലി ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്ത് വെക്കേണ്ട ടോപ്പിക്സ് ആണ്. റീസണിങ്ങിനകത്ത് ഞാൻ വെച്ചിരിക്കുന്നത് നോക്കുക, ക്യൂബ്സ് ആൻഡ് ഡൈസ് വിഷ്വലി ഉള്ള അപ്ലിക്കേഷൻ ലെവലുള്ള ചോദ്യമാണ്. മിറർ വിഷ്വലി അപ്ലിക്കേഷൻ ഉള്ളതാണ്. വാട്ടർ ഇമേജ്, പേപ്പർ ഫോൾഡിങ്, അതുപോലെ ഇൻകംപ്ലീറ്റ് പാറ്റേൺസ്, ഇതെല്ലാം തന്നെ വിഷ്വൽ അപ്ലിക്കേഷൻസ് വരുന്ന ടോപ്പിക്സ് ആണ്. അപ്പം അതിനെല്ലാം തന്നെ 4ാമത്തെ ആഴ്ച ഞാൻ കൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. 50 ഡേയ്സ് ക്രാഷിൽ ഞാൻ കുറച്ചുകൂടെ കണ്ടിന്യൂറ്റി വരുത്താനായിട്ട് നോക്കിയിട്ടുണ്ട് ടോപ്പിക്സിൽ. ഇവിടെ നിങ്ങൾക്ക് പഠനം, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം 30 ദിവസമേ ഉള്ളൂ. വളരെയധികം സ്ട്രെസ്ഡ് ആയിട്ടായിരിക്കും നിങ്ങൾ പഠിക്കാതിരിക്കുക. അപ്പോൾ ആ സമയത്ത് ടോപ്പിക്സ് വളരെ റാൻഡം ആയി കഴിഞ്ഞാൽ പഠനം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഈ രീതിയിൽ നിങ്ങൾക്ക് എളുപ്പമാക്കുന്ന രീതിയിലുള്ള ഒരു പ്ലാനാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി സ്ട്രാറ്റജിക്കലി പറഞ്ഞ പോലെ മാരത്തോൺസും മെറ്റീരിയൽസും ഫോളോ ചെയ്യുക. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ്റെ നമ്മുടെ കയ്യിൽ ഒരു മാരത്തോൺ സീരീസ് ഉണ്ട്, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ജനറൽ സയൻസിന്റെ PYQs പരമാവധി 2024 NTPCക്ക് ചോദിച്ചിട്ടുള്ള ഗ്രാജുവേറ്റ് ലെവലിന്റെയും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിന്റെയും ഒക്കെ CBT 1ന്റെയും CBT 2ന്റെയും ചോദിച്ചിട്ടുള്ള സയൻസിന്റെ ക്വസ്റ്റ്യൻസ് പരമാവധി സോൾവ് ചെയ്ത് സയൻസിന് പോവുക. കാരണം സയൻസ് മാക്സിമം നിങ്ങൾ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട, പ്രത്യേകിച്ച് NTPCയുടെ കുട്ടികൾ 2 മാർക്കോ 3 മാർക്കോ ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പം മാക്സിമം ഫിസിക്സിൽ നിന്ന് ഒരു 2 ചോദ്യം ഉണ്ടാവും, ബയോളജിയിൽ നിന്ന് ഒരു 2 ചോദ്യം ഉണ്ടാവും, കെമിസ്ട്രിയിൽ നിന്ന് ഒരു 2 ചോദ്യം ഉണ്ടാവും, മാക്സിമം ഒരു 6 മാർക്ക് ഉണ്ടാവും. 6 മാർക്കിന് വേണ്ടി എത്രത്തോളം സമയം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം? ഇത്രയും ടോപ്പിക്സ് നിങ്ങൾക്ക് പഠിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മൂന്ന് പഠിച്ചാൽ ചിലപ്പോൾ 6 മാർക്കാണ് കിട്ടുക, ചിലപ്പോൾ 5 മാർക്ക് കിട്ടുള്ളൂ. നേരെ മറിച്ച് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കുറച്ചുകൂടെ സമയം നിങ്ങൾക്ക് കൊടുക്കാം, റിട്ടേൺ ഉള്ളതാണ്. കഴിഞ്ഞ ഗ്രാജുവേറ്റ് ലെവലിന് 5-6 ചോദ്യങ്ങളെങ്കിലും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അണ്ടർ ഗ്രാജുവേറ്റിന് ഒരു 3 ചോദ്യം വരെയൊക്കെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ ഉള്ളതായതുകൊണ്ട് അതിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. സ്ട്രാറ്റജിക്ക് ഈ പറഞ്ഞ പോലെ നീണ്ടു കിടക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതിൽ വളരെ ലിമിറ്റ് ചെയ്യുക. നിങ്ങളുടെ ഈ പറയുന്ന റിവിഷൻ ഏരിയാസ് മാക്സിമം ലിമിറ്റ് ചെയ്തിട്ട് റിവൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പം അവാർഡുകളെ പറ്റിയിട്ടുള്ള സ്റ്റാറ്റിക് പോർഷൻസ്, പ്രസിഡന്റ് അതിൻ്റെ സ്റ്റാറ്റിക് പോർഷൻസ്, പ്രൈം മിനിസ്റ്റേഴ്സ് അതിൻ്റെ സ്റ്റാറ്റിക് പോർഷൻസ്, പിന്നെ സംസ്ഥാനങ്ങളെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഫെസ്റ്റിവൽസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റിക് പോർഷൻസ്, അങ്ങനെ വളരെയധികം ലിമിറ്റഡ് ആയിട്ടുള്ള ഫോക്ക് ഡാൻസ്, ഫോക്ക് സോങ്സ്, പ്രസിഡൻസ്, പ്രൈം മിനിസ്റ്റേഴ്സ്, ഈ പറഞ്ഞ പോലെ അവാർഡ്സ്, ബുക്സ് ആൻഡ് ഓതേഴ്സ്, അതിൻ്റെയൊക്കെ സ്റ്റാറ്റിക് പോർഷൻസ്, അങ്ങനെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്നുള്ള സ്റ്റാറ്റിക് പോർഷൻസ് മാത്രമായിട്ട് നിങ്ങൾ ലിമിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഈ പറഞ്ഞ പോലെ നമുക്ക് ചിലപ്പോൾ റിട്ടേൺ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഇനി കറണ്ട് അഫയേഴ്സ് ഫെബ്രുവരി മാസത്തിലെ 2026 കറണ്ട് അഫയേഴ്സ് കൂടെ നോക്കുക. ഞാനത് പറയാൻ കാരണം ജൂൺ 5, 2025 മുതൽ ഓഗസ്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജൂലൈ മാസം വരെ കണ്ടക്ട് ചെയ്തിരുന്ന എക്സാമാണ് കഴിഞ്ഞ വർഷത്തെ NTPC ഗ്രാജുവേറ്റ്. ജൂൺ 5-നും ഈ പറയുന്ന ജൂലൈ മാസത്തിനിടയിൽ കണ്ടക്ട് ചെയ്ത ഈ പരീക്ഷയിൽ മെയ് 15 വരെയുള്ള കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഫെബ്രുവരി 2026 വരെയുള്ള കറണ്ട് അഫയേഴ്സ് പഠിച്ചിട്ട് പോവുക. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരു 6 മാസത്തിന് ഇടയിലുള്ള കറണ്ട് അഫയേഴ്സ് വരുമെന്നാണ്. അതിന് പുറകോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതൽ, ഞാൻ നേരത്തെ പറഞ്ഞ സ്മാർട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ലാസ്റ്റ് 6 മന്തിൽ ഫോക്കസ് ചെയ്യുന്നതാണ് റിട്ടേൺ ഉണ്ടാകാനുള്ള സാധ്യത. ലാസ്റ്റ് 6 മാസ കറണ്ട് അഫയേഴ്സിന് കൂടുതൽ ഫോക്കസ് ചെയ്യുക. കാരണം എക്സാംസ് തുടരെ വരുന്നതുകൊണ്ട് അവർ ഒരുപാട് പുറകിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള എല്ലാ എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 മാസത്തിനുള്ളിലുള്ള കറണ്ട് അഫയേഴ്സ് ആണ് കൂടുതലായിട്ട് ചോദിക്കുന്നത്. പക്ഷെ ചിലപ്പോൾ 2025 ആദ്യം നടന്നിട്ടുള്ള പത്മ അവാർഡ്സിനെ പറ്റിയിട്ട് ചോദ്യങ്ങൾ വരാം. 2025 കിട്ടിയിട്ടുള്ള എന്തെങ്കിലും അവാർഡുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒബിച്വറി ഒക്കെ ഉണ്ടെങ്കിൽ, സ്കീംസ് ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കാം. അതൊന്നും 6 മാസത്തിനുള്ളിലുള്ള ചോദ്യങ്ങളെ വരുള്ളൂ എന്നും നമുക്ക് പറയാൻ പറ്റില്ല. 2025 ആദ്യങ്ങളിൽ നടന്നിട്ടുള്ള സ്പോർട്സ് ഇവന്റ്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് നിന്നൊക്കെ ചോദ്യങ്ങൾ വരാം.
അതല്ലാതെ ഈ പറഞ്ഞ ലാസ്റ്റ് 6 മന്തിൽ അപ്പോയിന്റ്മെന്റ്സ് പഠിക്കുക, ലാസ്റ്റ് 6 മന്ത്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവന്റുകൾ പരമാവധി പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോഴും ഈ പറയുന്ന ടോപ്പിക്സ് പഠിക്കുമ്പോഴും ആലോചിക്കേണ്ടത്. ടെസ്റ്റുകൾ മാക്സിമം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി കമ്പ്യൂട്ടറിൻ്റെ മാരത്തോൺ ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ റിവിഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഡെയിലി ടൈം ടേബിൾ ഞാനിവിടെ 3 സമയമാണ് നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. 9 മണി മുതൽ 10:30 വരെ, 12:45 മുതൽ 2:15 വരെ, 4:30 മുതൽ 6 മണി വരെ. ഞാൻ ബ്രാക്കറ്റിലൂടെ എഴുതിയിട്ടുണ്ട്. ഈ മണിക്കൂർ എന്തായാലും പഠിക്കണം, ഈ 4:30 മണിക്കൂർ എന്തായാലും പഠിക്കണം. എന്താണ് ഇതിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് പരീക്ഷ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന 3 ഷിഫ്റ്റുകളിലെ ടൈമുകളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. 9 മണി തൊട്ട് 10:30 വരെ, 12:45 തൊട്ട് 2:15 വരെ, 4:30 തൊട്ട് 6 മണി വരെ. ഈ വീഡിയോ കാണുന്നതിൽ പലരും ജോലിക്ക് പോയിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടായിരിക്കാം, അതല്ലാതെ ഫുൾ ടൈം ആയിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടായിരിക്കാം, ചിലപ്പോൾ ജോലിയിൽ ലീവ് എടുത്ത് പഠിക്കുന്ന കുട്ടികളുണ്ടായിരിക്കാം. നിങ്ങൾ എങ്ങനെ പഠിക്കുന്നവരാണെങ്കിലും ഈ സമയം എൻഗേജ്ഡ് ആവാനായിട്ട് നോക്കുക. ഈ സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ ആക്ടിവിറ്റി മാക്സിമം ഫോക്കസ്ഡ് ആക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ബ്രെയിൻ അങ്ങനെ തന്നെ ട്യൂൺ ചെയ്യിക്കുക. ഇപ്പോൾ വീട്ടിലിരുന്ന് പഠിക്കുന്ന, രാവും പകലും ഫുൾ ടൈം വീട്ടിലിരുന്ന് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നിങ്ങൾ നൈറ്റിൽ കൂടുതലിരുന്ന് പഠിക്കുന്നവരായിരിക്കാം, പകല് ചിലപ്പോൾ ലേറ്റ് ആയിട്ട് എണീക്കുന്നവരായിരിക്കാം. പക്ഷെ അതൊക്കെ ഇനിയുള്ള 30 ദിവസങ്ങൾ നിങ്ങൾ മാറ്റേണ്ട സമയം അതിക്രമിച്ചു. വേറെ ഒന്നുമല്ല, എക്സാംസ് ഈ സമയങ്ങളിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. 9 തൊട്ട് 10:30 വരെ, 12:45 തൊട്ട് 2:15 വരെ, 4:30 തൊട്ട് 6 മണി വരെ. ഈ സമയങ്ങളിൽ നിങ്ങളെ ബ്രെയിനെ ട്രെയിൻ ചെയ്യിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ഒരു കുട്ടി വീട്ടിലിരുന്ന് പഠിക്കുകയാണ്, അവൻ എല്ലാ ദിവസവും രാത്രിയാണ് കൂടുതൽ നേരം ഇരുന്ന് പഠിക്കുന്നത്, രാവിലെ എണീക്കുന്നത് തന്നെ 9 മണിക്കാണ്. നിങ്ങൾ ആദ്യത്തെ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര മണിക്കാണ്? 9 മണിക്കാണ്. നിങ്ങൾ അങ്ങനെയാണ് നിങ്ങളെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യുന്നത്. ഈ പറയുന്ന പോലെ മാർച്ച് 14-ാം തീയതി വരെ നിങ്ങൾ അങ്ങനെയാണ് പഠിക്കുന്നത്. മാർച്ച് 15-ന് നിങ്ങൾ ഈ പറഞ്ഞ പോലെ റെസ്റ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ട്രെയിൻ കയറുന്നു. മാർച്ച് 16-ന് എക്സാം സെന്ററിൽ എത്തുന്നു. 9 മണിക്ക് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഉറക്കപ്പിച്ച് എഴുന്നേറ്റ് വരുന്ന രീതിയിലായിരിക്കും നിങ്ങളുടെ തലച്ചോറ് അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് ആവർത്തിക്കരുത്. അതുപോലെ തന്നെ പലരും എന്ത് ചെയ്യുന്നു, ഉച്ചയ്ക്ക് 12:45-ന്റെ 2:15 ഷിഫ്റ്റ്, പലരും ഉച്ചയ്ക്ക് ഉറങ്ങുന്ന സമയമാണ് ഈ 12:45, 2:15 സമയം. അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങളുടെ മുന്നിൽ മാത്സിന്റെയും റീസണിങ്ങിന്റെയും നേരത്തെ പറഞ്ഞ പോലെയുള്ള അപ്ലിക്കേഷൻ ലെവലിലോ ഇന്റർപ്രിട്ടേഷൻ ലെവലിലോ നമ്പർ ലോജിക്കൽ ലെവലിലോ ഒക്കെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇരുന്ന് ഉറങ്ങിയിട്ട് എക്സാമിന് എന്ത് ചെയ്യരുത്, മാർക്ക് കളയരുത്. അപ്പം ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം മാർക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ബ്രെയിനിനെ പ്രാക്ടീസ് ചെയ്ത് ആ രീതിയിൽ നിങ്ങളെ തന്നെ എന്ത് ചെയ്യുക, സജ്ജരാക്കുക. അപ്പോൾ ഇത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ 10 മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിക്കണം. അതിൽ 4:30 മണിക്കൂർ ഈ 4:30 മണിക്കൂർ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബാക്കി 5:30 മണിക്കൂർ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇരുന്ന് പഠിക്കാം, പ്രശ്നമുള്ള കേസല്ല. പക്ഷേ ഈ സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ ആക്ടിവിറ്റി മാക്സിമം പീക്കിലെത്തിക്കാനായിട്ടും ആ സമയങ്ങളിൽ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഏത് ഷിഫ്റ്റിലാണ് കിട്ടുക എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതുകൂടെ നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ 30 ഡേയ്സ് പ്ലാൻ എന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു. നമ്മുടെ ഈ പറയുന്ന 50 ഡേയ്സ് ക്രാഷ് കോഴ്സ് താല്പര്യമുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന നമ്പറിൽ നമ്മളെ വിളിക്കാം. 50 ഡേയ്സ് ക്രാഷിൻ്റെ ഒരു ഗുണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. നമ്മുടെ ലോങ് ടേം NTPCക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ റെഗുലർ ബാച്ചസിന് കൊടുക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള കൺസെപ്റ്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം. അത്രയും ടെസ്റ്റുകൾ അവർക്ക് കൊടുക്കുന്ന അത്രയും ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന അത്രയും ടെസ്റ്റുകളും കണ്ടു തീർക്കാൻ പറ്റുന്ന അത്രയും വീഡിയോസ് നിങ്ങൾക്ക് കാണാം. കൺസെപ്റ്റുകൾ ക്ലാരിറ്റി വരുത്തുന്നതിന് വേണ്ടി ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ലിങ്കിൽ കയറി ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇനി സമയം കളയാതെ ഉഷാറായിട്ട് പഠിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.